ഹിന്ദു മതാചാരങ്ങളിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത സ്ഥാനമാണ് ദക്ഷിണ എന്ന ചടങ്ങിനുള്ളത്. ഏത് കർമ്മത്തിൻ്റെയും അവസാനം ആചാര്യന് ദക്ഷിണ നൽകണം എന്നതാണ് വിധി. യജ്ഞപുരുഷനായ വിഷ്ണുവിൻ്റെ പത്നിയായ ദക്ഷിണാദേവിയെ സങ്കല്പിച്ചാണ് നാം ദക്ഷിണ നൽകി വരുന്നത്. ദക്ഷിണ നൽകാത്ത ഒരു പൂജയും കർമ്മവും ഫലപ്രാപ്തി കൈവരിക്കില്ല എന്നാണ് വിശ്വാസം. ദക്ഷിണ നൽകുവാനായി എടുക്കുന്ന വെറ്റില ത്രിമൂർത്തി സ്വരൂപത്തെയും അടക്കയും പണവും അതിലെ ലക്ഷ്മി സ്വരൂപത്തെയും കാണിക്കുന്നു. ദക്ഷിണ നൽകുന്ന സമയം ദക്ഷിണാദേവി തൻ്റെ ഭർത്താവായ യജ്ഞനോടും ഫലദാതാവായ പുത്രൻ യജ്ഞപുരുഷനോടുമൊപ്പം എഴുന്നള്ളി ശുഭഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ദക്ഷിണാദേവിയെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ഒരിക്കൽ ശ്രീകൃഷ്ണൻ സൗന്ദര്യവതിയും പ്രാണേശ്വരിയുമായ രാധയെപ്പോലെ തന്നെ സുന്ദരിയായിരുന്ന ഒരു ഗോപിക സുശീലയുമായി ചേർന്നിരിക്കുകയായിരുന്നു. തത്സമയം രാധ അവിടേക്ക് കടന്നു വരുന്നു. ഭഗവാന്റെ വാമഭാഗത്ത് സന്തോഷത്തോടെ ഇരിക്കുന്ന സുശീലയെ കണ്ട രാധയുടെ വദനങ്ങളും നേത്രങ്ങളും ചുമക്കുകയും അവൾ വിരോധം പ്രകടിപ്പിക്കുകയും ചെയ്തു. രാധയുടെ കോപത്താലുള്ള മുഖഭാവം ഭഗവാൻ കണ്ടു. മായാമയനായ ശ്രീകൃഷ്ണൻ ഉടൻ തന്നെ അവിടം വിടുന്നു. ഭഗവാന്റെ തിരോധാനം രാധയെ കൂടുതൽ രോഷാകുലയാക്കി. എല്ലാത്തിനും കാരണക്കാരിയായ സുശീലയെ അവൾ അധിക്ഷേപിച്ചു. ഗോകുലം വിട്ടു പോയില്ല എങ്കിൽ താൻ ശപിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. സുശീല വനത്തിൽ പോയി തപസ് ചെയ്യുകയും ഭഗവാന്റെ അനുഗ്രഹത്താൽ ലക്ഷ്മി ദേവിയിൽ ചേരുകയും ചെയ്തു. ആ ദേവിയാണ് ദക്ഷിണാദേവി. ഭഗവാൻ ദക്ഷിണാദേവിയെ ബ്രഹ്മാവിനു നൽകി. ബ്രഹ്മാവ് യജ്ഞനും നൽകി. അവർ വിവാഹിതരാകുന്നു. അവരിലുണ്ടായ പുത്രനാണ് യജ്ഞപുരുഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ യജ്ഞപുരുഷനാണ് യജ്ഞങ്ങളുടെയെല്ലാം ഫലദാതാവ്. ദക്ഷിണ നൽകുന്ന അവസരത്തിൽ അത് സ്വീകരിക്കുന്നതിന് ദക്ഷിണാദേവി ഭർത്താവിനോടും പുത്രനോടും ചേർന്നും എഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം. യഥാർത്ഥത്തിൽ ദക്ഷിണാദേവിയോടുള്ള ആദരവാകുന്നു ദക്ഷിണ.